നമസ്കാരം. ഈ ലോകത്ത് പ്രകൃതിപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആരോഗ്യ സൗന്ദര്യ ചികിത്സയാണ് ക്വാളിറ്റി സ്ലീപ്പ്. പലർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ചിലർക്ക് ആദ്യത്തെ ഒരു 3 മണിക്കൂർ ഉറങ്ങും, പിന്നെ ഉറക്കം കിട്ടുന്നില്ല. ചിലർക്കാണെങ്കിൽ സമയങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ ഇടയ്ക്കൊന്ന് ഉറങ്ങും, പിന്നെ എഴുന്നേക്കും, പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഉറക്കം വരുന്നില്ല. അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ചിലർക്കാണെങ്കിൽ എത്ര ഉറങ്ങിയാലും ആ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല. ഉറക്കക്കുറവിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിൻ്റെ അസംതൃപ്തി തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അമിത ചിന്ത. അത് പരിഹരിക്കാനുള്ള 7 കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ഉറക്കത്തിന് മുമ്പുള്ള 1 മണിക്കൂർ വളരെ പ്രധാനമാണ്. ഈ സമയം നമുക്ക് ഉറക്കത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക, അതാണ് വേണ്ടത്. പ്രത്യേകിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടും. യഥാർത്ഥത്തിൽ നല്ല ഉറക്കത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കുകയും വേണം. അമിതമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ബ്രെയിനെ കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ സമയങ്ങളിൽ ഒഴിവാക്കണം. മനസ്സിനൊരു അസംതൃപ്തി ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ഫയലുകളും ഉറങ്ങാൻ പോകുന്നതിന് ഈ 1 മണിക്കൂർ മുമ്പേ സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ബ്രെയിനിലും ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത് ഓരോ തരത്തിലാണ്. ചിലർക്കാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആകാംക്ഷയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില വാർത്തകൾ കാണുന്നത്, കേൾക്കുന്നത്, ചില സംസാരങ്ങൾ ബോധപൂർവം ഒഴിവാക്കണം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ശരിയായില്ലെങ്കിൽ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് മെച്ചപ്പെടുത്താനായി വൈറ്റമിൻ ബി ഗ്രൂപ്പിൽപ്പെട്ട ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പച്ചക്കറികൾ, ബ്രൗൺ റൈസ്, മുട്ട, പാൽ തുടങ്ങിയവയിൽ ഇത് ധാരാളമുണ്ട്. ഇത് എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കുക. അതുപോലെ 3 മണിക്കൂർ മുമ്പേ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം രാത്രി കാലങ്ങളിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം മാക്സിമം കുറയ്ക്കുക. ആ ഊർജ്ജം കൂടെ ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ശരീരം അത് റിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ കേടുപാടുകളൊക്കെ മാറ്റുന്നത് രാത്രി കാലങ്ങളിലാണ്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ആ ഊർജ്ജത്തിന് സൃഷ്ടിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ബ്രെയിനിന് കൂടുതൽ സ്റ്റിമുലേഷൻ വരുത്തുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ സ്ക്രീനിൽ കാണാതിരിക്കുക. അതിന് പകരം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ചില കാര്യങ്ങൾ വായിക്കുക, എഴുതുക അല്ലെങ്കിൽ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഉറക്കക്കുറവുള്ളവർ എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ തെറാപ്പി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ചും അനുലോമ വിലോമ പ്രാണായാമം എന്ന് വെച്ചാൽ, ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മറ്റേ മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുന്നു. പിന്നെ പുറത്തേക്ക് വിട്ട മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വീണ്ടും എടുത്തിട്ട് വീണ്ടും ഹോൾഡ് ചെയ്തിട്ട് അടുത്ത മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് പല പ്രാവശ്യങ്ങളിൽ ചെയ്യുക. ഇത് ചെയ്യുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും നന്നായിട്ട് റിലാക്സ് ആവും. കൂടുതൽ ഓക്സിജൻ, ആവശ്യത്തിന് ഓക്സിജൻ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. അതുപോലെ കിടന്നതിന് ശേഷം മസിൽ റിലാക്സേഷൻ തെറാപ്പി ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ്. മലർന്ന് കിടന്ന് ഒരു റിലാക്സ് മൂഡ് വരുത്തിയിട്ട് ശ്വാസം മൂക്കിൽ കൂടി ശക്തമായിട്ട് ഡീപ്പായിട്ട് എടുക്കുക. അതിനുശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വായിൽ കൂടി ശക്തമായിട്ട് പുറത്തേക്ക് വിടുക. ഇതൊരു 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കാൽ വിരലുകളും കാൽ പാദങ്ങളും മുമ്പോട്ടും പുറകോട്ടും ആക്കി റിലാക്സ് ചെയ്യുക. അതിനുശേഷം കാലിൻ്റെ എല്ലാ മസിൽസും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. തുടർന്ന് ബട്ടക്സിൻ്റെ ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതെല്ലാം 3 പ്രാവശ്യം വെച്ച് ചെയ്യാം. പിന്നീട് സ്റ്റൊമക്കിൻ്റെ ഭാഗം, അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗം എല്ലാം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അതിനുശേഷം ശരീരം മൊത്തത്തിൽ ഒന്നിച്ച്, നമ്മൾ ഇത്രയും ഓരോന്നോരോന്ന് നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്തത് ഒന്നിച്ച് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ കാലുകൾ ചെയ്തതിന് ശേഷം 2 കൈകളും സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ മസിൽസ്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എല്ലാം നന്നായിട്ട് റിലാക്സ് ആവും.
അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് കൂടുതൽ ബലം പിടിക്കേണ്ട, കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ട, ശരീരത്തിനൊരു റിലാക്സ് കിട്ടുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണടച്ച് കിടക്കുന്നു. തുടർന്ന് മനസ്സിന് ഏതെങ്കിലും ഒരു ഭാവനയിലേക്ക് നമ്മൾ ബോധപൂർവം കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഏതോ ചില സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രിയേഷൻ ഒന്നുമല്ല, ഒരു അലസമായിട്ടുള്ള ഒരു ഭാവന. ഈ ഒരു ഭാവനയോട് കൂടി നമ്മൾ ഉറക്കത്തിലേക്ക്, നമ്മൾ അറിയാതെ ആ ഉറക്കത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഉറക്കം വരുന്നില്ലെങ്കിൽ അതിന് അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അതിന് അമിതമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. ആ കാരണം കൊണ്ട് അമിതമായിട്ടുള്ള സ്ട്രെസ് ഒഴിവാക്കുക. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡറി ആങ്സൈറ്റി ആയിട്ട് മാറും. അത് ഈ ഉറക്കക്കുറവിന് കൂടുതൽ കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഉറങ്ങാൻ വേണ്ടി കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കുക, കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടി അങ്ങ് ശ്രമിക്കുക, അത് ഒഴിവാക്കണം. അതുപോലെ ഉറക്കത്തിന് പ്രശ്നമുള്ളവർ കിടന്നതിന് ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ കേടുപാടുകൾ മാറ്റാനായിട്ട് ശരീരം സ്വയം ചെയ്യുന്ന ഒരു ചികിത്സയാണ് നല്ല ഉറക്കം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.